മദീനയിലെ ഇജാസ് റെയിൽവേ സ്റ്റേഷൻ 1908 ഓട്ടോമൻ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അതായത് ഡൊമസ്കസിൽ നിന്നും മദീനയിലേക്കുള്ള റെയിൽപാത. ഒരുപാട് നീളം കൂടിയ റെയിൽപാത തന്നെ ആയിരുന്നിട്ടില്ലേ. ഇപ്പോഴും ഇതുപോലത്തെ റെയിൽപാത പിന്നീട് വന്നിട്ടില്ല. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇത് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പറയപ്പെടുന്നത്. ഇതൊരു ടാർഗറ്റ് ആയിട്ട് ഇത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഗങ്ങൾ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് ഓപ്പൺ ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പറയപ്പെടുന്നത്. പിന്നീട് ഇത് ഓപ്പൺ ആക്കാൻ നോക്കിയ സമയത്ത് ഇതിന്റെ സാധനങ്ങളുടെ ലഭ്യത ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇത് തുടർന്ന് ഓപ്പൺ ആക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴും മദീനയിൽ വരുന്നവർക്ക് ഇത് കാണാൻ കഴിയിട്ടില്ലേ. ഭയങ്കര മനോഹരമായ വർക്ക് തന്നെയാണ് ഇതിന്റെ. ഇതിനോട് തൊട്ട് ചാരിട്ട് തന്നെ ഏകദേശം 1 കിലോമീറ്റർ പോലും ഡിഫറൻസ് ഇല്ലാതെയാണ് ഈ ഒരു തുർക്കി മസ്ജിദും അതുപോലെ ഇജാസ് റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്നത്. തുർക്കി മസ്ജിദും തന്നെ അതുപോലെ തന്നെയാണ്. അതിന്റെ നിർമ്മിതിയും എടുത്ത് പറയേണ്ട ഒരു നിർമ്മിതി തന്നെയാണ്. ഫുൾ കല്ലുകൾ കൊണ്ടാണ് ഇത് രണ്ടും നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു കേടുപാടുകളും പറ്റാതെ ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മദീനയിലെ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു ഏറ്റവും വലിയ സ്റ്റേഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്ന ഒരു ഓർമ്മയാണിട്ടില്ലേ. ചരിത്രത്തിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു റൂട്ടായിരുന്നു ഈ മദീനയിൽ നിന്നും ഡൊമസ്കസിലേക്കുള്ള ഈ ഒരു റെയിൽപാത. അപ്പൊ മദീനയിൽ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോ സേവ് ചെയ്ത് വെച്ചോളി. അതുപോലെ മദീനയിലേക്ക് പോകുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണം.